റായ്ബറേലിയിൽ പോരിന് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ചലനം സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ ശക്തി പകരുമെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിശ്വാസം. സോണിയാഗാന്ധി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച റായ്ബറേലിയിൽ രാഹുൽ എത്തുന്നതോടെ മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം അതിന്റെ ചലനങ്ങൾ ഉത്തർപ്രദേശിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട് അമേഠിയിൽ നിന്ന് തലകുനിച്ചു മടങ്ങിയ രാഹുലല്ല ഇത്തവണ റായ്ബറേലിയിലെത്തുന്നത്. കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയും ജനങ്ങളോട് ഇടപഴകിയുമാണ് രാഹുൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ജോഡോ യാത്ര നൽകിയ ഊർജം ചില്ലറയല്ല. പാർട്ടിയുടെ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി രാഹുൽ മുന്നിട്ടിറങ്ങിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു. ആ ആവേശം നിലനിൽക്കുന്നതിനാലാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഉത്തരേന്ത്യയിലേക്ക് മത്സരത്തിനില്ലെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചുപിടഞ്ഞത്. 2019 തോറ്റപ്പോഴും അമേഠിയുമായുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്താനാകില്ലെന്നാണ് രാഹുൽ പറഞ്ഞത്. 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രമാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 399 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് വെറും 2 സീറ്റ്. തോൽവിയുടെ നിരാശ രാഹുലിനെ വലിയ തോതിൽ അലട്ടിയിരുന്നു. അഖിലേഷ് യാദവുമായി യാതൊരു പോറലുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത ഇത്തവണത്തെ സഖ്യം അതിൽ നിന്നുള്ള പാഠമാണ്. പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവർക്കും അവസരം നൽകുന്ന സമീപനമാണ് UP അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ സ്വീകരിച്ചത്. 1967 രൂപീകൃതമായതു മുതൽ അമേഠി കോൺഗ്രസിന്റെ കോട്ടയാണ്. അമേഠിയും നെഹ്റു കുടുംബവും തമ്മിലുള്ളതാകട്ടെ ദശാബ്ദങ്ങൾ നീണ്ടുനിൽക്കുന്ന ബന്ധവുമാണ്. 2004 ആദ്യ ശ്രമത്തിൽ തന്നെ സീറ്റ് നേടിയ രാഹുൽ 2009 3,70,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 വീണ്ടും വിജയിച്ചെങ്കിലും എതിരാളി സ്മൃതി ഇറാനി കടുത്ത പോരാട്ടം നടത്തിയിരുന്നു. 2014 തോൽവിക്ക് ശേഷം മണ്ഡലം തുടർച്ചയായി സന്ദർശിച്ചതിന്റെയും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയതിന്റെയും ഫലമാണ് സ്മൃതിയുടെ വിജയമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലേക്കുള്ള സർപ്രൈസ് എൻട്രി എന്തൊക്കെ ചലനം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.